ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ടേസ്റ്റിയായ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നന്നായിട്ട് തുടച്ചെടുക്കണം, കഴുകിയിട്ട് തുടച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. മാങ്ങയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന ചെറിയ പീസാക്കുന്നത് വലിയ പീസാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ഇതാകുമ്പോൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും എത്രയും നല്ലത്. നമ്മൾ നാട്ടിലാകുമ്പോൾ ഭരണിയിലൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നില്ലേ, അതുപോലെ ഗ്ലാസിൻ്റെ പാത്രത്തിലായാലും നല്ലതാണ്. പക്ഷെ പ്ലാസ്റ്റിക്കിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതിന് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് കുപ്പി ഒട്ടും നനവില്ലാണ്ട് ഉണ്ടാവണം. നനവില്ലാതെ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അതിലേക്കാണ് ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ അച്ചാർ കേടുവരും. ഉപ്പിനിങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി ആവശ്യത്തിന് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇതൊന്ന് കുലുക്കി കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിപ്പോൾ മാങ്ങ മുറിച്ചിട്ട് അന്ന് തന്നെ ഉണ്ടാക്കാൻ പാടില്ല. പിറ്റേ ദിവസമായിരിക്കും ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. അഥവാ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മാങ്ങ ഇന്നലെ മുറിച്ചിട്ട മാങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ഒന്ന് ചതച്ചത്. പിന്നെ ഇത് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചാറിന് നമുക്ക് നല്ല കളർ കിട്ടും. പിന്നെ ഇതൊന്ന് കടുക് ചതച്ചത്. പിന്നെ ഇത് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ കറിവേപ്പില, വിനീഗർ, പിന്നെ നല്ലെണ്ണ. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണേക്കാളും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കേടുവരാണ്ട് ഇരിക്കും. അത് നമുക്കൊരു പാത്രം വെക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇതിട്ടാലും മതി. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാ. അപ്പം ആദ്യം കറിവേപ്പില ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഉലുവ ഇട്ടിട്ടില്ല. ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ ബോട്ടിലുണ്ടായ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക.
നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനീഗറാണ്. ഇതിലേക്ക് വെള്ളം ഞാനിപ്പം ചേർക്കുന്നില്ല. അപ്പം വിനീഗർ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വിനീഗർ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ മാത്രമായിട്ടും ഒഴിച്ചിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് വിനീഗർ തന്നെയാണ്. വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് നേരത്തെ ചതച്ച് വെച്ച കടുകില്ലേ, അതിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞ് ചുമക്കുകയൊക്കെ ചെയ്യും. അപ്പം നല്ലോണം തീ കുറച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഇതിപ്പം കുറച്ച് വെള്ളം പോലെ ലൂസായിട്ടല്ലേ ഉള്ളത് നമ്മളെ മാങ്ങാച്ചാർ. ഇത് നമുക്കൊന്ന് നല്ല ടേസ്റ്റായിട്ട് വരാനും ടേസ്റ്റിന് വേണ്ടിയിട്ടും നല്ല കട്ടിയിൽ നിൽക്കാനും വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു സാധനം ചേർക്കേണ്ടത്. ഇതിന് നമ്മൾ ഉഴുന്ന് നമ്മൾ വറുത്ത് പൊടിക്കുക. എന്നിട്ട് വറുത്ത് പൊടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല മാങ്ങാച്ചാർ നല്ല ടേസ്റ്റും പിന്നെ നമ്മളിങ്ങനെ കട്ടിയിലും നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ മാങ്ങാച്ചാറിന് നല്ല ലൂസ് ഉണ്ടായത് കട്ടിയായി വരുന്നുണ്ട് ഉഴുന്ന് ചേർത്തിട്ടാകുമ്പം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ആക്കി ആ ബോട്ടിലേക്ക് തന്നെ ആക്കിയിട്ട് വെക്കാം. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.